ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ ട്രിവാൻഡ്രത്തെ സിറ്റി ലൈഫും ഓഫീസ് സ്ട്രെസ്സും ഒക്കെ ഒന്ന് മാറ്റി വെച്ച് ഇതുപോലെ ഭംഗിയുള്ള ചില വഴികളിലൂടെ ഒരു സ്ഥലം വരെ പോയാലോ. ഈ വഴിയൊക്കെ കാണുമ്പം പണ്ടത്തെ നമ്മുടെ കഴക്കൂട്ട് ഏരിയ ആണ് ഓർമ്മ വരുന്നത്. എന്ത് ഭംഗിയായിരുന്നല്ലേ. അങ്ങനെ ചുമ്മാ ഇങ്ങനെ റോഡിലൂടെ മാത്രം പോയാൽ മതിയോ? നമുക്കൊരു ചെറിയ ബോട്ട് റൈഡ് കൂടെ ആയാലോ? അങ്ങനെ ബോട്ടിൽ കയറി ലൈഫ് ജാക്കറ്റ് ആയിട്ട് സെറ്റ് ആയിട്ട് നമ്മൾ നമ്മുടെ ഇന്നത്തെ സ്പോട്ടിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ബോട്ടിൽ ഏകദേശം 15 മിനിറ്റ് ട്രാവൽ ചെയ്താണ് നമ്മൾ ഈ സ്പോട്ടിൽ എത്തുന്നത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഡെസ്റ്റിനേഷൻ സ്പോട്ടാണ് പൂവാർ ഐലൻഡ് റിസോർട്ട്. ശരിക്കും ഇവിടെ നല്ല കാം ആൻഡ് പീസ്ഫുൾ ആണ്. കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ ക്രിസ്മസ് അടുപ്പിച്ചുകൊണ്ട് ആ ഒരു വൈബിലാണ് അവർ ഇവിടെ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. അവിടെ നമ്മൾ നേരെ നടന്ന് കയറി ചെല്ലുന്ന ഒരു ബ്യൂട്ടിഫുൾ ക്രിസ്മസ് ട്രീ വ്യൂയിലോട്ടാണ്. ആൻഡ് ദ സൈഡ് ദേ ഹാവ് എ സ്പേഷ്യസ് സ്വിമ്മിംഗ് പൂൾ ആൻഡ് അതിന്റെ സൈഡിലായിട്ട് ഒരു ജ്യൂസ് ബാർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഞങ്ങളുടെ ഈ വിസിറ്റ് ഒരു ഓഫീസ് ടീം ഔട്ടിന്റെ ഭാഗമായിട്ടായിരുന്നു. ആൻഡ് മോസ്റ്റ് കൺസേൺ വൈൽ സെലക്ടിംഗ് എ റിസോർട്ട് വാസ് ടു അക്കോമഡേറ്റ് അറൌണ്ട് 80+ പീപ്പിൾ. പക്ഷേ 80 അല്ല, ഒരു 250 ആൾക്കാർ വന്നാലും ദാറ്റ് വിൽ ബി ടു ലെസ് ഫോർ ദിസ് പ്ലേസ്. കാരണം അത്രയ്ക്ക് ഹ്യൂജ് പ്രോപ്പർട്ടി ആയിരുന്നു ഇത്. ആൻഡ് നമ്മുടെ റിക്വസ്റ്റ് അനുസരിച്ച് ഇതുപോലൊരു ഔട്ട്ഡോർ ഏരിയയിൽ നമുക്ക് കുറച്ച് ഫൺ ആക്ടിവിറ്റീസ് ഒക്കെ ഓർഗനൈസ് ചെയ്യാനുള്ള സ്പേസ് അവർ പ്രൊവൈഡ് ചെയ്തിരുന്നു. അങ്ങനെ ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ഒന്ന് സെറ്റ് ആയപ്പം നമ്മൾ ഫുഡ് അടിയിലോട്ട് കയറി. ഫുഡൊക്കെ അത്യാവശ്യം വളരെ നന്നായിരുന്നു. ആൻഡ് നമുക്ക് അത്യാവശ്യം വെറൈറ്റീസും ഉണ്ടായിരുന്നു. ആൻഡ് ദേ ടു ഹാവ് എ ലാർജ് ഡൈനിങ് ഏരിയ ടു അക്കോമഡേറ്റ് ഓൾ ഓഫ് us. ആൻഡ് ഇനിയാണ് എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ഏരിയാസ്. ചിൽഡ്രൻസിനായിട്ട് ഒരു കിഡ്സ് പാർക്കും പിന്നെ അഡൽസിനായിട്ട് കുറച്ചധികം ആക്ടിവിറ്റീസും അവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾ ഈ കാണുന്നതാണ് അവിടുത്തെ ഇൻഡോർ ആക്ടിവിറ്റീസ് ആയിട്ട് വരുന്നത്. ടേബിൾ ടെന്നീസ്, ഫൂട്ബോൾ, ബ്രില്ലിയാർഡ് ആൻഡ് ഔട്ട്ഡോർ ആയിട്ട് ആർച്ചറിയും പിന്നെ ഇങ്ങനത്തെ കുറച്ച് അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ്. പ്രോപ്പർ സേഫ്റ്റി ഗിയേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് അവർ നമ്മളിത് ട്രൈ ചെയ്യാൻ അനുവദിക്കുള്ളൂ കേട്ടോ. സോ ഒരാൾ നമ്മുടെ കൂടെ കാണുകയും ചെയ്യും. അതിനകത്ത് ഇത് കുറച്ചധികം ടഫാണ്. ഞാൻ കുറെ കഷ്ടപ്പെട്ടു അതിനകത്ത് കയറി. ഇത് കൂടാതെ ക്രിക്കറ്റ്, ബാസ്കറ്റ് ബോൾ, പിന്നെ റോപ്പ് ക്ലൈംബിംഗ്, അങ്ങനെ ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു വൺ ഡേ കൊണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഒരു ലാർജ് ഗ്രൂപ്പിന് അല്ലെങ്കിൽ നമ്മുടെ പീസ്ഫുൾ ആയിട്ട് ഏരിയ ഒക്കെ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ളവർക്ക് പറ്റിയ ഒരു സ്പോട്ടാണിത്. സോ ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യുക.